കാരണം എന്നെ കാണിച്ചിട്ടുണ്ട് അവള്. നീ ഞാൻ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ നീ പലവട്ടം അവളെ വിളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ. അപ്പൊ നമ്മുടെ രേണു സുധിയുടെ കണ്ടന്റ് തന്നെയാണ്. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇനി ഇതിന്റെ അകത്തൊന്നും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. എടാ അവരുടെ അവസ്ഥ നോക്കടാ, നീ ഇപ്പൊ എന്തിനാ കുറ്റം പറയണേ, അവര് പച്ചിറച്ചി എന്ന് ജീവിക്കുന്നോടാ. ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞാണ്, ഞാൻ പച്ചിറച്ചി തിന്നാറില്ല, വേവിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാറുള്ളൂ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചികൾ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആയിട്ട് ഇടുന്ന വീഡിയോസ് പബ്ലിക് ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും കമന്റിൽ അഭിപ്രായം പറയുന്ന പോലെ പബ്ലിക് ആയിട്ട് തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഓഡിറ്റ് വെച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു തെറ്റിദ്ധാരണ പരത്താത്ത രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അതാണ് റിയാക്ഷൻ വീഡിയോസ്. ഇതൊരു കോണ്ടന്റ് ആണ്. ഇങ്ങനെ ഒരു കോണ്ടന്റ് ഇന്റർനാഷണൽ ലെവലിൽ ഉൾപ്പെടെ പല ക്രിയേറ്റേഴ്സും ചെയ്യുന്നതാണ്. ഇത് ആദ്യമേ ആമുഖമായിട്ടൊന്ന് പറഞ്ഞു വെച്ചേക്കാം. പിന്നെ രേണു സുധിയുടെ വീഡിയോ അധികം കൂടുതൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ഈ പുതിയ ചാനലിൽ എനിക്ക് തോന്നുന്നു 3 or 4 മാക്സിമം 3 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ചെയ്തേക്കണേ. നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ വീഡിയോ ചെയ്തേക്കണം. അതിനുശേഷം ഒരു സിറ്റുവേഷനിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യല്ല, അസുഖത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട്, അവർ എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചില ആക്ടിവിറ്റീസിനെ വിമർശിക്കേണ്ടി വരും. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനാരും ഇതേവരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരേണ്ടത് ഫേസ്ബുക്കിലാണ്. അവിടെ ഒരു നെഗറ്റീവ് പോലും ഇതുവരെ വന്നിട്ടില്ല. കാര്യം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ഒരുപാട് വലിച്ചിട്ട് ഞാൻ പറയുന്നില്ല. നോബിൾ ഫിലിപ്പ് ആളറിയാത്തായിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രേണു സുധിയുടെ കോണ്ടന്റിൽ കൂടി തന്നെയാണ് പുള്ളി വീഡിയോ ചെയ്ത് ഫേമസ് ആയത്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറിയത് അങ്ങനെ തന്നെയാണ്. അതായത് രേണുവിന്റെ അല്ലെങ്കിൽ സുധി ചേട്ടന്റെ മരണത്തിന് ശേഷം ആ വീടിന്റെ സ്ഥലം കൊടുത്ത ആളാണ്. അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്സീസ്, രേണു സുധീനെ പൊളിച്ചടക്കി അതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഫുൾ നെഗറ്റീവ് പറഞ്ഞു തന്ന ഒരു വൈദികനാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ ഒരു സാധനം വന്നപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് അറിയാം, രേണു സുധിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വേറെ അലിഗേഷൻ, അതായത് ഫുൾ പോസിറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരുപാട് നെഗറ്റീവ് വന്നൊരു കാര്യം. കിച്ചുവിന്റെ ഒരു കേസിൽ വളരെ മോശമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഈ അസുഖം പിടിച്ച് ഇത്രയും ബുദ്ധിമുട്ടിലും വിഷമത്തിലും പ്രശ്നത്തിലും കിടക്കുന്ന ഇങ്ങോട്ടോടെ ചൂട് കളിക്കും, ഇത്രയും വിഷമത്തിലും പ്രശ്നത്തിലും കിടക്കുന്ന അവര്, സോറി ഇന്ററപ്റ്റ് ചെയ്താൽ ചെറിയൊരു ആവശ്യം ഉണ്ടായതുകൊണ്ട്, ആ കിടക്കുന്ന അവര് വന്നിട്ട് ഇതുപോലെ നെഗറ്റീവ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വയ്യാത്ത അവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടിലുള്ള അവസ്ഥയിലെങ്കിലും മനുഷ്യനായിട്ട് മാറി ഒന്ന് സമാധാനത്തിലൊക്കെ ജീവിച്ചു പോയാൽ ചിലപ്പോൾ ദൈവം ഇത് കാണുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല, ദൈവത്തിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എനിവേ, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അവിടെ വന്നിട്ട് മോനെ കുറിച്ച്, അതായത് വളർത്തുമകനായിക്കോട്ടെ, ആളെ കുറിച്ച് പറഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും വളരെ മോശമായി പോയി. അതുകൊണ്ടാണ് ആ കണ്ടന്റ് എടുത്ത് ഞാൻ അന്ന് വീഡിയോ ചെയ്യാറുന്നത്. പക്ഷെ ഇന്ന് അത് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ എത്താൻ നമുക്ക് നോബിളച്ചൻ എന്താ പറയാനുള്ളത് നോക്കാം. പക്ഷെ സ്വന്തം മകനെന്ന് അവര് വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഇത് രേണുവിന്റെ സ്വന്തം ചാനൽ എന്ന് പറയാൻ പറ്റില്ല, മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനൽ. ഈ ചാനലിലാണ് രേണു റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലുള്ള കിട്ടുന്ന വരുമാനം നിങ്ങൾ രേണുവിന്റെ ചികിത്സക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നല്ല കാര്യം. ഗുഡ്, അങ്ങനെ തന്നെ പോട്ടെ. എനിവേ, അച്ഛൻ ഇപ്പൊ പറഞ്ഞ മലർന്ന് കിടന്ന് തുപ്പണ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാളിപ്പോ എങ്ങനെ കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുകയെന്നുള്ള ചോദ്യം എനിക്കിവിടെ ചോദിക്കേണ്ടത്. അവർക്ക് അസുഖമാണ്, വയ്യാന്ന് അറിഞ്ഞിട്ടും ഇത്രയും പുള്ളിക്കാരി തന്നെ വന്നിട്ട് ഒരു വൈദികനാവുമ്പോ ആദ്യം പറഞ്ഞു കൊടുക്കണം, ഈ ഒരു സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊന്നും പെരുമാറരുതെന്നൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് അവിടെ കാണിച്ചിട്ടില്ല. പുള്ളി വന്നിട്ട് ഞാൻ ചെറുക്കനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പയ്യന്റെ അവസ്ഥ അത് അതിനേക്കായും പരിതാപകരമാണ്. കാര്യം ഇവർക്ക് ഈ അസുഖം വന്നപ്പോ തൊട്ട് അവനാണ് ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവൻ പോയ വരെ നിൽക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തിട്ട്. ഇത് എല്ലാരും പറയില്ല, സ്വന്തം കുടുംബത്താരും നോക്കിയത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കാര്യം അന്വേഷിക്കേണ്ടത്. അത് ഇവിടെയാണ് കറക്റ്റ് പ്രാവർത്തികമാക്കേണ്ട. അല്ലാണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴല്ല. ഇവരൊക്കെ വന്നിരുന്നിട്ട് ഇവരെന്തിനാ വല്ലവന്റെ കുടുംബത്തിലെ കാര്യം അന്വേഷിക്കണേ? ഇത്ര നാള് രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇപ്പൊ വന്നിട്ട് മറ്റവരാണ് കുറ്റം. ഇത് നല്ല പാടട്ടാ. രേണുസുധി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടുണ്ടായിരുന്നു? ഞാനത് കണ്ടില്ല. നോക്കാം, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കാം എന്താണെന്ന്. ഞാൻ കണ്ടില്ല, സമയമില്ലായിരുന്നു. ഇതിപ്പോ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണല്ലോ നമ്മൾ കയറി നോക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്ര ഗൗരവമായിട്ടുള്ളത് വരുവാണെങ്കിൽ നമ്മൾ കാണണ്ടേ. അത് ശരിക്കും അത് ഗൗരവമായിട്ടുള്ള കാര്യം അല്ല. ഞാൻ ആലോചിക്കണം, ഇതിന്റെ വീഡിയോ കണ്ടപ്പോ പുള്ളി പറയുന്നത് പകുതിയും രേണുട്ട വീഡിയോന് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ കിച്ചുവിന്റെ ആ ഒരു വീഡിയോന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ശരിയാണ്, അവർക്ക് ക്യാൻസർ ആണെന്ന് അവര് പറയുന്നു, അവർക്ക് വയ്യ, സിറ്റുവേഷൻ ഇച്ചിരി പോസ്റ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ആകെ ക്യാൻസർ വന്നേക്കണ ആദ്യത്തെ ആളവരാന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ പൊക്കി പിടിച്ച് കിടക്കണ്ടെന്നുള്ള ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അവർക്ക്
അവരെ ചെലവിനുള്ള കാശ് അവരുണ്ടാക്കേണ്ട വീഡിയോ ചെയ്ത് നല്ല റവന്യൂ വരുന്നുണ്ട്. പിന്നെ അവരുടെ ഫീൽഡിലുള്ള സിനി ആർട്ടിസ്റ്റ്, മൂവി ആർട്ടിസ്റ്റ്, അതുപോലെ അവരുടെ ബിഗ് ബോസ് റിലേറ്റഡ് അങ്ങനെ പലരും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് മനുഷ്യരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹമാണ്. ഇതേ സ്നേഹം കൊണ്ട് തന്നെ നമ്മളെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത്, ഒരസുഖം ഭേദമാവട്ടെ, ഒരു റിക്കവർ ആവട്ടെ, ഓക്കെ ആവട്ടെ എന്നുള്ളത്. പക്ഷെ അതിന് ഇത്രത്തോളം ഗ്ലോറിഫൈ ചെയ്ത് നടക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല എന്നുള്ളത് ഞാൻ എഗെയിൻ പറയും. കാരണം ഇതിനേക്കാളും ബുദ്ധിമുട്ടി 5 പൈസ എടുക്കാനില്ലാണ്ട് ദുരിതം അനുഭവിച്ച് നിൽക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതേ അസുഖമുള്ളവർ ഇവിടെ ഉണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു വലിയ പ്രിവിലേജ് ആക്കി, വലിയൊരു സംഭവമാക്കി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശം കാര്യം തന്നെയാണ്. അത് രേണുവിന് ഒരിക്കലും മോശം പറഞ്ഞല്ല. ഇതിനൊക്കെ വലിയൊരു സംഭവമാക്കി, വലിയൊരു ഇതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് BGM ഒക്കെ ഇട്ട് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കഥ പറഞ്ഞാൽ അതൊരുമാതിരി ചെറ്റത്തരമാണ് ചെയ്യുന്നത്. അവർ റിക്കവർ ആവട്ടെ. എനിക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള ടോക്ക്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വലിയ ഗ്ലോറിഫൈ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ അവര് ചെയ്തു വെച്ചതും ഇപ്പൊ ഈ ലാസ്റ്റ് വന്ന ചെറുക്കനെ കുറിച്ച് പറഞ്ഞു വെച്ചതും അത് അൺവാണ്ടഡ് അല്ലേ? അതിനെ അനുകൂലിക്കുന്ന ആരെ ഇവിടെ ഉള്ളത്? അവർക്ക് വയ്യ, അത്ര സുഖമില്ലായിരിക്കണമെന്നുണ്ടെങ്കിൽ അവരത് വിട്ട് കളയണം, ഇഗ്നോർ ചെയ്യണം. ഒന്നില്ലെങ്കിൽ സ്വന്തം മോനല്ലേ, പ്രായത്തിനേക്കാൾ ചെറുതല്ലേ, മകനെ പോലെ നോക്കിയതല്ലേ. ഏതെങ്കിലും അമ്മമാര് മക്കളെ കുറിച്ച് വന്നിരുന്നു ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കുറ്റം പറയൂ? അവൻ എന്താ പറഞ്ഞത്? അവരെ മറ്റേ നാവിട്ട് ഇതാക്കുന്ന ആ ഒരു വീഡിയോയില് ആ ഒരു സാധനത്തിനെ കുറിച്ച് അവൻ പറഞ്ഞിട്ട് പോയി. അത് ആ മകനെന്ന നിലക്ക് അവൻ അനുഭവിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. അതെല്ലാം അവൻ പറഞ്ഞുകൊണ്ട് വന്ന് അവരും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർത്താൽ മതി, എല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടും. അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒന്നാമത് അവരുടെ മെഡിസിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താണ് പറയാ, അവർക്കൊരു സെഡേഷന്, അത് മരുന്നിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു ഡിപ്രഷൻ മൂഡ്, അതൊക്കെ വരും. അതൊക്കെ വരുന്ന ഉടനെ അവരെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് ശരി. അപ്പൊ ഇത്രയും കാലം താങ്കൾ വന്നിരുന്നിട്ട് രേണുസുതിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സത്യങ്ങളൊക്കെയാണ് വിളിച്ചു പോയല്ലോ. അപ്പൊ ഇല്ലാത്ത എന്ത് സംഭവം ഇപ്പൊ പ്രത്യേകിച്ച് വന്നേക്കുന്നത്? ഈ ചെക്കൻ വീഡിയോ കയറി ആക്രമിക്കുക, എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അവനെപ്പോഴും വീഡിയോ കയറി ആക്രമിക്കും. നമ്മുടെ അറിവിലില്ല കേട്ടോ, അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അവൻ എന്ത് മോശം, അവന് പറയാൻ അവകാശമുണ്ട്. അവന്റെ അമ്മയാണ്. അതിന്റെ അകത്ത് ഇവരൊക്കെ ഒന്ന് ഇടപെടുന്നതിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഈവൻ നമുക്ക് പോലും ഇത് പറയാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. അവരാരെങ്കിലും വന്ന് രേണു ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അച്ഛാ ഇങ്ങനെ ഒന്ന് പറ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇല്ലല്ലോ. എന്തോന്നാണ്, ഒരു വൈദികനാണ് നിങ്ങള്. നിങ്ങളോട് ഇത്രയും നാളെ നിങ്ങളുടെ പല വീഡിയോസും കാണുമ്പോൾ ആ ഒരു ബഹുമാനമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. കാര്യം വൈദികന്മാര് അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോ ഇല്ലാത്തൊരു ഭീഷണി ഉണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി പോയി. ഇത് ഞാൻ ഇങ്ങനെ മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഈ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് തന്നെയല്ലേ, അതിനെയാണ് ഞാൻ മോശമായിട്ട് പറയുന്നത്. അല്ലാണ്ട് ആളെയല്ല, വ്യക്തിയല്ല. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് പറയുന്നത്. എവിടെയെങ്കിലും ഒരു നിലപാടിൽ നിൽക്കുക. അവർക്ക് വയ്യ, അസുഖമാണ്, അതിന്റെ പേരിലുള്ള ഒരു സെന്റിമെന്റ്സ് ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് മറ്റൊരു വ്യക്തിയെ വന്നിട്ട് ഇങ്ങനെ പറയാനുള്ള ഒരു റൈറ്റ്സും നിങ്ങൾക്ക് ഇല്ല. കാര്യം നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ രേണുവിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിൽ കിടക്കുന്ന ഒരു 90% നിങ്ങളുടെ വീഡിയോ രേണുവിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ വന്നിട്ട് പ്ലേറ്റ് മറിക്കുന്ന ഓക്കെ, അവർക്ക് വയ്യാത്തോണ്ട് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയോണ്ടാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ അതപ്പൊ വേറൊരു സൈഡിലിരിക്കുന്ന ആളെ ഉപദ്രവിക്കാനാവരുത്. ഒരു വൈദികന്മാരും അങ്ങനെ ചെയ്യുന്നവരല്ല എന്നാണ് എന്റെ വിശ്വാസം. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുക, അവരെ നല്ല രീതിക്ക് വിടുക. അല്ലാതെ ഒരു പബ്ലിക്കലി വന്നിട്ട് ഇങ്ങനെ വന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശം പരിപാടിയാണ്. നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. എന്തോന്നാണിത് എല്ലാം കൂടി ഒരുമിച്ച്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം രേണുവിന്റെ ഒരു വീഡിയോ ആണ്. അത് കിച്ചു ഒരു സാധനം ചെയ്തു വെച്ച് അവൻ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ആ ഒരു സാധനം പറഞ്ഞു. അപ്പോഴും അവനത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് ഞാൻ ശരിവെക്കുന്നു. കാര്യം ഈ ഒരു അവസ്ഥയിൽ അവർക്ക് വയ്യാതെ അവനെ പറയണ്ട. പക്ഷെ അവരുടെ വീട്ടിൽ പോകണില്ല, നാട്ടിൽ പോകണില്ല, അവരെ കാണില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും കുരു പൊട്ടിയിട്ട് ചെക്കൻ പറഞ്ഞതെന്ന് തന്നെ വിശ്വസിക്കാം.
പറയേണ്ട വന്നവൻ പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അത് ഐ ഡോണ്ട് നോ, അതിനെ ഞാൻ അത്രത്തോളം അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, എനിവേ, പക്ഷെ അതിന് രേണുവിന്റെ സൈഡിൽ നിന്നുണ്ടായ റിയാക്ഷൻ അതാണ് ഏറ്റവും കൂടുതൽ മോശമായി പോയത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനെ ഒരു അസുഖത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അവർ വന്ന് പ്രതികരിച്ച രീതി, ആ രീതി കണ്ടിട്ട് എല്ലാവരും നെഗറ്റീവായിട്ട് വന്നത് അതുകൊണ്ടാണ്. കാര്യം യാതൊരു അസുഖം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിന് മുമ്പ് ശേഷമൊക്കെ ഇട്ട് അവര് എന്നുള്ളൊരു വീഡിയോ പോലെ അല്ല ആ ഒരു വീഡിയോ വന്നത്. ഞാൻ ചെറിയൊരു ഭാഗം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചൂസാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് ഫുള്ള് കണ്ടു. ഇതിന്റെ അകത്ത് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഈ ചാറ്റ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെ ടൈമിംഗ് നോക്കി ഞാൻ വേറെ ഒരാൾ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിരുന്നത്. 12:20 ആഹാ, 500 സബ് കഴിഞ്ഞു കേട്ടോ, 12:20 ഗുഡ്, 600 കഴിഞ്ഞു 12:20 താങ്ക് യു 12:20 180 RD 12:21. ഒരു മിനിറ്റിൽ ഇത്രയൊക്കെ സംഭവിക്കാൻ രേണുസുതി ആര്? ടോപ്പ് സെലിബ്രിറ്റി എന്താ വേൾഡാ? മിനിറ്റുകൾക്കുള്ളിലാണ്, മൈക്രോ സെക്കൻഡിലാണ് അത്രയും സബ് കയറിയേക്കുന്നതെന്ന് അവർ പറയുന്നത് അതിൻ്റെ അകത്ത്. ആ ചാറ്റിൽ, ആ ചാറ്റ് കണ്ട ഏതൊരു പൊട്ടനും അറിയാം, ഇറ്റ് മേ ബി എ ഫേക്ക് വൺ. അത്രേ ഉള്ളൂ, എനിക്ക് അതിലൊന്നും പറയാനില്ല. ആ ഒരു വിഷയം കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നെ ഇത്രയും കോൺട്രവേഴ്സീസ് പിന്നെയും വന്നത്. രേണു ഒരു നെഗറ്റീവായിട്ട് മാറിയത് മൊത്തം. ഒരു പോസിറ്റീവ്, ഒരു സിമ്പതി പിടിച്ചങ്ങ് പോവായിരുന്നു, അത് മതിയായിരുന്നു. ഇനിയും അത് തന്നെ എനിക്ക് പറയാനുള്ള. ആവശ്യമില്ലാതെ നിങ്ങൾ ഈ സമയത്തല്ല റിയാക്ട് ചെയ്യണം. നിങ്ങളുടെ അസുഖവും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും നിങ്ങൾ മാനിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചേക്കുന്ന അസുഖം അത് തന്നെയാണെങ്കിൽ അതിനെ നിങ്ങൾ മാനിക്കുക. ഡോക്ടേഴ്സ് പറയണ അനുസരിച്ച് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് പോവുക. അല്ലാതെ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇപ്പൊ അനുമോളുടെ ഒരു പ്രതികരണം ഞാൻ കണ്ടു. അനുമോൾ 5 ബ്ലാക്ക് ക്യാറ്റ് ഒക്കെ ഇട്ട് ബാക്കിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ കണ്ട് അതിന്റെ അത് അനുമോള് പറയുന്നത്, ഡോക്ടർ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും, മൊബൈലൊന്നും ഒരുപാട് യൂസ് ചെയ്യാതെ റെസ്റ്റ് എടുക്കുക, പ്രോപ്പർ ആ ഒരു രീതിയിൽ പോവാന്നുള്ളത്. അവർക്കത് പറ്റില്ല. അവരൊരു 100 സ്റ്റോറിയും 500 വീഡിയോ ഇട്ടാലേ അവർക്ക് പറ്റുള്ളൂ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ചില സമയത്ത് നമ്മൾ പ്രതികരിക്കല്ല വേണ്ടത്, നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മെന്റൽ സ്റ്റേറ്റും ഹെൽത്ത് സ്റ്റേറ്റും എല്ലാം ഓക്കെ ആക്കാൻ നോക്കുക. എന്നിട്ട് വന്ന് നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞു എല്ലാം റിക്കവർ ആവുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഒരിക്കലും റിക്കവർ ആകുമ്പോൾ വന്നിട്ട് പിന്നെ ഇതേ നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾക്ക് ഒരു അടി കിട്ടിയിരിക്കും. ഇപ്പോൾ ഇത്രയൊരു ഡൗൺഫാളിൽ നിങ്ങൾ വന്നു, വയ്യാതിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാം. നന്മയുടെ പാതയിലേക്ക് പോയി നന്നാവും കുഞ്ഞാട്ടെ എന്നൊന്നല്ല പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ രേണുസുധീനെ എല്ലാവരും ബാക്ക് ടു ആ പഴയ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിലേക്ക് വരും. പിന്നെ രേണുസുധീന് ഒരു പരിപാടി ഉണ്ട്, ഒരു നെഗറ്റിവിറ്റി വന്നാൽ പിന്നെ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി കുറെ കിടന്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ ഒരു നെഗറ്റിവിറ്റി അടിക്കും. അതായത് ഇങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ഒരു സോഷ്യൽ മീഡിയ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴാണ് ഈ ഒരു റീലില്ല ഈ ഒരു ഫോട്ടോ ശ്രദ്ധിച്ചത്. അകലം കുറയുവാണ്, ബാക്കിൽ സൂചിച്ചേണ്ട ഫോട്ടോ ഉണ്ട്, ഒരു ഫ്രണ്ടിലിരിക്കുന്നത്. എന്തകലം കുറയെന്നാ പറയണത്? നിങ്ങൾ തന്നെ അങ്ങനെ സ്വയം തീരുമാനിച്ചാൽ നിങ്ങൾ മരിച്ചു പോകുന്നത്. അങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരാൾ വീഡിയോ ചെയ്താൽ പോലും, ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറ്റി പറയാം, ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടണേ, നിങ്ങളുടെ അസുഖം അതാണെങ്കിൽ അത് മാറി വരണേ എന്ന് തന്നെയാണ് പ്രാർത്ഥനയും. അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആണെങ്കിലും ചെറിയൊരു വിഷമം ഉണ്ടാകും. കാര്യം നോൺ പേഴ്സൺ ആണ് നിങ്ങൾ. ഡെയിലി നിങ്ങളുടെ പല കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു പോകുന്നതാണ് നമ്മുടെ കണ്ണിൽ കൂടി. നമുക്ക് അറിയാവുന്ന ഒരാൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. അത് തന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ ഒരു സാധനം കൊണ്ടുവന്ന് ഇട്ടേണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അകലം കുറയണം. എന്തകലം? നിങ്ങളുടെ അകലം കുറയുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് നിങ്ങൾ വീട്ടിലിരുന്നോ? ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നു, ഇത്രയും പേര് കാശുകൾ എന്താ പറയാ സ്വരുക്കൂട്ടി കൊണ്ടുവരുന്നു, നിങ്ങൾ തന്നെ പണിയെടുത്ത് കാശ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്തിനാ? ഈ അകലം കുറയുന്നു എന്ന് തോന്നിയിട്ടാണോ? അല്ലല്ലോ, രക്ഷപ്പെടാനല്ലേ. പിന്നെ ഈ ഇടയ്ക്ക് രേണുവിന്റെ ഇപ്പൊ ഈ കാണുന്ന വീഡിയോ, ഈ വീഡിയോയില് പുള്ളിക്കാരിയുടെ ഹെയറിന്റെ ഒരു സംഭവം കാണിക്കുന്ന, അതായത് പലരും പറയുന്നുണ്ട് ഫേക്ക് ആണ്, അഭിനയോട്, ഇതൊരു നാടകമാണ് ഈ അസുഖം എന്നൊക്കെ പല കമന്റ്സും വന്നിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഇട്ടവര് പോലും ഉണ്ട്. അപ്പൊ അതിനെതിരായിട്ട് രേണു ഒരു പാട്ടിൽ കൂടി ഈ കാര്യം പറഞ്ഞത്. ആ മുടി വലിച്ചെടുക്കുന്ന സമയത്ത് മുടി പറഞ്ഞു വരുന്നുണ്ട്, ജസ്റ്റ് കയ്യിൽ നിൽക്കും മുടി പറഞ്ഞു വരുന്നുണ്ട്. എടാ ഇത് കണ്ടപ്പോ എനിക്ക് ലിറ്ററലി കുറച്ച് വിഷമമായി. കീമോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഓരോ മുടി കൊഴിയുന്നുണ്ട്, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ പൊക്കൊണ്ടിരിക്കുക. അത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെ കേട്ടാ. എനിക്കിത് കണ്ടപ്പോൾ കുറച്ചൊന്ന് ഫീലായി. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതിന്റെ ഒപ്പം തന്നെയാണ് ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ഉള്ള സാധനങ്ങൾ കുത്തിക്കയറ്റിയിടുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ല. ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദ സോഷ്യൽ മീഡിയ. നിങ്ങളുടെ ഹെൽത്ത് നോക്കാദ്യം. അവരെ കൂടെ ഉള്ളവരുടെ കൂടി പറയണേ. വെറുതെ ഓരോ സാധനങ്ങൾ കാണിച്ച് അവരെ പ്രൊവോക്ക് ആക്കാണ്ട് അവരുടെ വഴിക്ക് വിട്ട് അവരെ ആദ്യം ഹെൽത്ത് വൈസ് ഒന്ന് നോക്കി ആക്കി എടുക്കുക. ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒന്നും എങ്ങും പോകുന്നില്ല. ശരിയാണ്, അൽഗോരിതം ബ്രേക്ക് ആവും, വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടില്ലെങ്കിൽ ഇതൊക്കെ ഡ്രോപ്പ് ആവും ഫോളോവേഴ്സ് ഒക്കെ. പക്ഷെ ഒരിക്കലും ആവില്ല. രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് തിരിച്ചു കൊണ്ടുവരാനും പഴയ ലെവലിലെത്താനും അവർക്കറിയാം. പിന്നെ എന്തിനാണ് ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ആളുടെ ഒരു വീഡിയോ ഉണ്ട്, അത് അധികം വെക്കുന്നില്ല, കാണിച്ചു തരാം. ഷാരിക ചേച്ചിയുടെ. ഹലോ ഡാർലിങ്സ്, ഏവർക്കും റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്സിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു വീഡിയോ ഇനി ചെയ്യണ്ട എന്ന് ഞാൻ കരുതിയിരുന്നതാണ്. എന്നാ ചെയ്യണ്ട, പിന്നെ എന്തിനാ ചെയ്തത്? പക്ഷെ ചെയ്യാതിരിക്കാനായില്ല മക്കളെ. വേറൊന്നുമല്ല, രേണുസുധിയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട
രേണുവിനെ കുറിച്ച്. ഉം. ഈ അവസ്ഥയിൽ ഇങ്ങനെ അവളെ കുറിച്ച് വീഡിയോകളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. വേറൊന്നുമല്ല, അവൾ രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവളെ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിഡ്സോ അവളെ കാണാൻ ചെന്നില്ലെന്ന് അവൾ വളരെ ദണ്ണപ്പെട്ട ഒരു വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞു. ഇത് രേണുവിന്റെ മകൻ അല്ല, സോറി ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി. റേണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച കാണാൻ ചെന്നില്ല. ഋത്തപ്പനെ കാണാൻ വന്നില്ല. ഞാൻ ഇത്ര ഒരു അവസ്ഥയിൽ കിടന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവൻ തുലാസിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകും. ആഗ്രഹിച്ചു പോകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? രേണു അങ്ങനെ ആഗ്രഹമുണ്ട്, വിഷമം ഉണ്ടെങ്കിൽ അതൊന്നും നീ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അവൻ നിന്റെ മകനല്ലേ, അവൻ അതൊരു ഹേർട്ടാവും. അല്ലെങ്കിൽ ആൾക്കാർ അവൻ്റെ അടുത്ത് ചോദിക്കും, അവനെ മെന്റലി അഫക്ട് ചെയ്യും. പിന്നെ അത് വേറൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ശാരികക്ക് അതൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലേ. പറയേണ്ട അവസ്ഥ വന്നു കൂട്ടുകാർക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് വന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെയാണ് ഈ സമയത്ത് വേണ്ടത്. അല്ലാതെ എഴുതിയിൽ എണ്ണ ഒഴിക്കുക, അവിടെ നടി ഇവിടെ നടി, എന്തോ നടയത്. പരാതിയായിട്ടല്ല, അവര് പരിഭവമായിട്ടാണ് അത് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒരു ലോഡ് പുച്ഛോ ഇറക്കി ഈ കിറ്റ്സോ എന്ന് പറഞ്ഞവൻ കെട്ടിയൊരുങ്ങി പോകാൻ ഇറങ്ങുന്ന, രേണുവിനെ കാണാൻ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് പരാതിക്കാരുടെയൊക്കെ പരാതി അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞ് ഒരു വീഡിയോ കൂടെ ഇറക്കിയിട്ട് അവൻ പോയത്. അതിന് അവനെ നാട്ടുകാരെടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ രേണുവിനെ കാണാൻ ചെല്ലുന്നു. പക്ഷെ രേണുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അവനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത് സബ്സ്ക്രിപ്ഷൻ? രേണുസുതി സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ ചുണ്ട് കടിച്ച് കാണിച്ചു, മലന്ന് കിടന്ന് കാണിച്ചു, കമന്ന് കിടന്ന് കാണിച്ചു. ഇതൊക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത്. എന്തേ അവന് അതിനുള്ള അവകാശമില്ലേ? അവന്റെ അമ്മയല്ലേ? നിങ്ങളുടെ കൂട്ടുകാരിയാണ്. അവര് തമ്മിൽ വേറെ ബന്ധമുള്ളത്. അമ്മ, മകൻ, അച്ഛൻ, ആ ഒരു സാധനം അവരുടെ കുടുംബത്തിലെ കാര്യം. അതിൻ്റെ അകത്ത് വന്നിട്ട് കൂട്ടുകാരിയാണ് ശരി, ഇവരൊക്കെ തമ്മിൽ നല്ല ബന്ധം തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവരിപ്പോ വന്ന് ഞാൻ അഗെയിൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ്സ്. അവിടെയാണ് പ്രശ്നം. അവിടെ മാത്രമാണ് പ്രശ്നം. ഷാരിക്ക് ഇത് വന്നിട്ട് വേറൊരു ട്രാക്കിൽ വേറൊരു രീതിയിൽ വേണമെങ്കിൽ പറയാം, പറഞ്ഞില്ല. ഇവര് കാണിക്കുന്ന, അവൻ പുച്ഛത്തോടുകൂടി പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവര് കാണിക്കുന്ന ഈ ഇവരുടെ എക്സ്പ്രഷനിൽ, ഇവരുടെ സംസാര രീതിയിൽ എന്താ പുച്ഛമല്ലേ? ഇത് കൊളാബിട്ടേക്കണ വീഡിയോ രേണുവിന്റെ അക്കൗണ്ടിലേക്ക്. എന്തൊരു മോശം പരിപാടി അത്. എന്താ ഇവർക്ക് റീച്ച് ഇല്ലാണ്ടാണ് രേണുവിന്റെ അക്കൗണ്ട് വെച്ചിട്ട് കൊളാബിട്ടത്. അപ്പൊ രേണുവിന്റെ സൈഡിൽ നിന്ന് ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു വീഡിയോ കൊണ്ട് രേണു ഉൾപ്പെടെ ഉദ്ദേശിക്കുന്നത് എന്താ? പറഞ്ഞു വെക്കണ കാര്യങ്ങൾ കേൾക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെടാ കിച്ചു, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോ ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്നും ആരും കുറെ പേരധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവളുടെ വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് മിടുപിടിക്കുകയാണ് രേണുസുതി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട്? ഞാൻ സാക്ഷിയാണ് രാഹുൽ ദാസ്, ഞാൻ സാക്ഷിയാണ്. ബിഗ് ബോസിന്റെ സമയത്ത് രേണുസുതി എന്നെ നിനക്കയച്ചിരുന്ന പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. സ്വന്തം അമ്മ മകനെ അയച്ചു കൊടുത്ത കാശിന്റെ കണക്ക് നിങ്ങളെ കാണിച്ചു തന്നെ, നിങ്ങളത് വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഇതിനേക്കാ നാണം കെട്ട പരിപാടി പറയണ്ട. പിന്നെ അവര് ചുണ്ട് കടിച്ചും അത് കാണിച്ചുണ്ടാക്കിയ കാശ് അവന് കിട്ടിയിട്ടുണ്ട് അതിന്റെ പങ്ക്. ഇതൊക്കെ വന്നിരുന്ന് പറയാനുള്ള ഒരു റൈറ്റ്സ് ഇവർക്ക് ഇല്ല. കൂട്ടുകാരാണ്, എല്ലാം അറിയാവുന്നവരാണ് എന്നും പറഞ്ഞിട്ട് തോന്നിയാസം വന്നിരുന്ന പറഞ്ഞു. ഈ ഒരു സമയത്ത് ഇതൊന്നല്ല ചെയ്യണ്ടേന്നുള്ളത്. ഈ പറഞ്ഞ സാധനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം വന്നത്. ഈ ഒന്നും അല്ലാത്ത നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് വയ്യ, അസുഖമാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക, റെസ്റ്റ് എടുക്കുക, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. എന്തെങ്കിലും കോണ്ടന്റ്സ് അവർക്ക് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്ട്രെസ് ഇല്ലാതെ ചെയ്യുക. ഇത് എഴുതിയിൽ എണ്ണ വയ്ക്കുന്ന കുറെ ടീമുകളും പുച്ഛം വാരിക്കോരി, അതായത് കിച്ചുവിന് പുച്ഛം എന്ന് പറഞ്ഞിട്ട് ഇവർക്കാണ് മൊത്തം പുച്ഛത്തോടെ പുച്ഛം. അതിൽ പുച്ഛേഷായി മാറി. ഷാരിയുടെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഒരു ബോൾഡ്നെസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ചില വീഡിയോസ് കാണാറുണ്ട്, എല്ലാം ഒന്നും കാണാറില്ലെങ്കിൽ ചിലതൊക്കെ ഞാൻ കാണാറുണ്ട് കണ്ടിരുന്നിട്ട്. അതിലൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനോട് ഒരു രീതിയിൽ യോജിക്കാൻ നമുക്ക് ആർക്കും തോന്നുന്നില്ല. ഈ രേണുവിന്റെ ഒരു വീഡിയോ കൂടി വെച്ചിട്ട് നിർത്താം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും ഈ രോഗം വന്ന ഒരു മനുഷ്യനും രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലല്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ക് ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക്, രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്.
അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി, കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോവുകയും അതുപോലെ കിടപ്പായിരിക്കും, കിടന്നുകൊണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയല്ലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ വരുമാന മാർഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്, ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളു. അപ്പം എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ ബേസിക്കലി അവർ അതിനകത്ത് പറഞ്ഞു വെച്ചത് അവരുടെ രോഗത്തിന്റെ പരിമിതി വെച്ചിട്ട് അത് വെച്ചിട്ട് തൊട്ടടുത്തുള്ള എന്തെങ്കിലും ഉദ്ഘാടനങ്ങളോ മറ്റു പരിപാടികളോ ഉണ്ടെങ്കിൽ അവരെ വിളിക്കണം, വരാൻ പറ്റുകയാണെങ്കിൽ വരുമെന്നാണ്. പക്ഷെ അത് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറും റെക്കമെൻഡ് ചെയ്യുന്നുള്ളത് അവരുടെ ഡോക്ടർ തന്നെ ഓൾറെഡി പറഞ്ഞു എന്നാണ് അനുമോള് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ യൂസ് കുറക്കണം, പ്രോപ്പർ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ. പിന്നെ ഈ ഒരു സമയത്ത് അതായത് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട സമയം കൂടിയാണ്. റൂമിൽ AC വെച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, മാസ്ക് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും അവരെ വിസിറ്റ് ചെയ്യുന്നത്. സോ ഇവരൊരു ഉദ്ഘാടനത്തിനോ മറ്റു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഉള്ള എല്ലാവരും മാസ്ക് വെച്ചിട്ട് വന്നോ, ഫുൾ ഐസൊലേറ്റ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത സ്ഥലം വെക്കണം. പോസിബിൾ ആണോ പ്രാക്ടിക്കലി? അത് ഇവർ പറഞ്ഞാൽ ശരിയാണ്, ഇവർക്ക് വരുമാനം വേണം. ആ വരുമാനത്തിനുള്ള വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുന്നുണ്ടല്ലോ. ഇത്ര പോലും പറ്റാത്ത കഷ്ടപ്പെട്ട് കണ്ണീര് കുടിക്കുന്ന അത്ര ജനങ്ങളുണ്ട്. അതിനേക്കായൊക്കെ ഫാർ 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 ബെറ്റർ ആണ് രേണുസുതി നിങ്ങളുടെ അവസ്ഥ. സത്യം പറയാല, നിങ്ങളുടെ ഈ അസുഖം റിക്കവർ ആവാനുള്ള എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും ചെയ്തു തരാൻ പറ്റിയ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പൊ ഈ വന്നിരുന്ന പ്രസംഗിച്ച ശാരീരിക ഉൾപ്പെടെ എന്തോരം ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഒരുപാട് പേരുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ തന്നെ വീഡിയോ ഇട്ടിട്ട് അതിൽ കൂടി നിങ്ങൾക്ക് റവന്യൂ തന്നെ ഉണ്ട്. ഇനി ഈസി ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ ബ്രാൻഡുകളുടെ ഒക്കെ കൊളാബുകൾ ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കാശുണ്ടാക്കാം. ഉദ്ഘാടനത്തിന് പോയാലേ പറ്റുള്ളൂ. ഓക്കെ, പൊക്കോ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അവർക്ക് ആരോഗ്യം കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഇവർ പറഞ്ഞു വെച്ച ആരോഗ്യസ്ഥിതിയും സിറ്റുവേഷനും വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോകാൻ പറ്റുന്നുള്ളത്. ഐ ഡോണ്ട് നോ വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ്. കാര്യം ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ആൾക്കാർക്ക് വന്ന് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ പ്രവൃത്തി, ഇവരെ കൂടെ വെക്കണവരുടെ പ്രവൃത്തി കാരണം വീണ്ടും ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കാണുന്ന ജനങ്ങളോടും അറിയാം എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവണേ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. അത് മാത്രം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാണ്ട് ഇവരുടെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളെല്ലാത്തിനെയും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇവരെ കൂടെ നിന്ന് ആൾക്കാർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ ആരും നിൽക്കല്ലേ. ഈ അസുഖത്തിന്റെ പേരും പറഞ്ഞു, അസുഖം ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. അത് എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. ഇവരുടെ കോണ്ടന്റ്സും ഇവരുടെ കോൺട്രവേഴ്സീസും അവസാനിക്കൂല എന്നാണ് തോന്നുന്നത്.